ഈശോയുടെ പ്രിയപ്പെട്ട മകളായി ഇന്ന് ആ കുഞ്ഞ് മാറുമ്പോൾ അവരെയും ആ കുഞ്ഞിനെയും അവരുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് ഈ ആൾക്കാരെ ഈ വിശുദ്ധത്തിൽ നമുക്ക് സമർപ്പിക്കാം. കഴിയുന്നവരെല്ലാവരും നമ്മൾ കുറച്ച് പേരുകൾ നമുക്ക് മെയിൻ ഡോറിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഇന്ന് ഈ കുഞ്ഞിൻ്റെ മാമോദീസ കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകമായിട്ട് ഈ കുഞ്ഞിനെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മനുഷ്യരും ഉദ്ഘോഷിക്കുന്നു. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപികളെ രക്ഷിക്കണമേ. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഈ ദാസിയെ അങ്ങയുടെ അജഗണത്തിൽ ചേർക്കുകയും പ്രസാദപരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവേ എന്നങ്ങി വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹയാക്കണമേ. ഈ ഉദാസി യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാട്ടരുവി തേടി നടക്കുന്ന കലമാനെ പോലെ കർത്താവേ അങ്ങേ ഞാൻ തേടുന്നു. ദൈവമേ എന്റെ ഹൃദയം അങ്ങേ തേടുന്നു. ജീവിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങേക്കായി ദാഹിക്കുന്നു. എനിക്ക് എപ്പോഴും അങ്ങയുടെ മുഖം ദർശിക്കുവാനാകും. രാവും പകലും ഞാൻ കണ്ണുനീർ കുടിക്കുന്നു. ഞാൻ എപ്പോഴും എന്റെ ദൈവത്തെ കാണും. അങ്ങയുടെ ശക്തമായ പ്രതിസംരക്ഷണത്തെ ഞാൻ ദൈവവനത്തിൽ പ്രവേശിക്കും. സ്തുതികീർത്തനങ്ങളെ കേട്ട് അനേകർ ആനന്ദിക്കും. കൃഷ്ണനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. എന്റെ രക്ഷകനും ദൈവമായവനെ വീണ്ടും ഞാൻ സ്തുതിക്കും. ഈ ദൈവത്തിൽ അഭിനന്ദനായ രക്ഷനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. കർത്താവ് പകലിന്റെ കാരുണ്യം വർഷിക്കുന്നു. രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അരുൾ ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസിയിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് അഭിമാനം നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദിസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പൊതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ ഭൗതിക ശരീരത്തിൽ അവയമായി തീരുന്ന ഈ ദാസി ഉദാശികളുടെ സ്വീകരണം വഴി ആത്മീയ ശാരീരികമായി വളരുവാനിടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസിയോടത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അടിമത്തിൽ നിന്ന് മോചിതയാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുദ്രിതയായിരിക്കുന്നു. നമ്മളിനി അൾത്താരയിലേക്ക് പ്രവേശിക്കുകയാണ്. ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ പരിപാലിക്കുന്നവരുമാകുന്നു.
ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തരം ഈശോ ഗലീലയിൽ നിന്ന് യോർദാനിൽ യോഹന്നാന്റെ അടുത്തേക്ക് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുവാൻ വന്നു. യോഹന്നാൻ ഈശോയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്ന് മാമോദീസ സ്വീകരിക്കേണ്ടത് ആവശ്യമായിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നുവോ? ഈശോ മറുപടി പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അപ്പോൾ യോഹന്നാൻ സമ്മതിച്ചു. മാമോദീസ കഴിഞ്ഞയുടൻ ഈശോ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിനെ പോലെ അവന്റെ മേൽ ഇറങ്ങി വരുന്നത് കണ്ടു. സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദം ചെയ്യുന്നു. കർത്താവേ, നിന്റെ സഭയിൽ പുരോഗതി ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായി ദാസനെ തിരഞ്ഞെടുക്കുമല്ലോ. സർവ്വനീതിയെ പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകുവാൻ സ്ത്രീഹന്മാരെ നിയോഗിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഈ കൂദാശ യഥാവധി പരിക്രമം ചെയ്യുവാൻ എന്നെ യോഗ്യനാകണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിനെയും നാഥനായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. സമാധാനത്തോടുകൂടി ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ പൗത്രീകരിക്കപ്പെട്ട ഈ കാര്യം കൊണ്ട് അപേക്ഷിതരാകുന്ന അങ്ങയുടെ ദാസരെ മിശിഹായുടെ രാഷ്ട്രീയ പൗരോഹിത്യത്തിൽ പങ്കുകാരാക്കുവാനും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാകുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും ഒരു മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ്
ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായുടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഈ പുതിയ ഉദരമായി തീരുവാൻ ഈ ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മറിയം വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മറിയം മാമോദീസ നടത്തപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അനുഗ്രഹിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അനുഗ്രഹിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. അടുത്തതായിട്ട് നമ്മൾ തൈലാഭിഷേക കർമ്മത്തിലേക്ക് കടക്കുകയാണ്. അല്ലെങ്കിൽ തൈലം മാമോദീസയിലൂടെ ദൈവങ്ങളായി തീർന്ന പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥന നിരതരായിരിക്കുന്ന ശിഷ്യരെ പോലെ ഈ ദാസിക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ശക്തിയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലൂടെ വളർത്തുന്ന മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും അങ്ങയുടെ രൂപിയാൽ പൂരിതരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനായി മകളെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പൂർണ്ണത്തിലേക്ക് ദാസി വളരുമാറാകട്ടെ.
ഐശ്വര്യകാലത്ത് നീ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങൾ അങ്ങയിൽ ആശ്രയം വയ്ക്കുവാനും ഈ ദാസി ശക്തിയാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഈ മകളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി വിശ്വാസം സ്വീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായുടെ പൊതുജീവിതവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവനുള്ള അവകാശവും അങ്ങേക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനായ ദാസിയെ മുദ്രിതയാക്കണമേ. ആബാ പിതാവേ എന്ന് അങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ ഈ ദാസിക്ക് നൽകണമേ. കൈവപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശുദ്ധ ദാസിയുമായി ജീവിക്കുവാൻ ഈ മകളെ ശക്തിയാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസമന്വയവും ഈ മകളിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസിക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്ക് അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച മറിയം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസി സ്വീകരിച്ച് ജീവിതദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാപൂർണ്ണതയും ഈ ദാസി ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസിയെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഈ ദാസിക്ക് ഇടയാക്കുകയും ചെയ്യട്ടെ. ആത്മീയ ആനന്ദത്തിന്റെയും നിത്യസൗഭാഗ്യത്തിന്റെയും അടയാളമായി മറിയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെട്ടു.